കാൽമുട്ടിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷം വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവരുടെ ലൈഫ് കംപ്ലീറ്റ് തീർന്നു, സ്റ്റോപ്പ് ആയി എന്നാണ് വിചാരിക്കുക. ശരിക്കും നിങ്ങളുടെ ഹോൾ എൻറ്റയർ ബോഡിയിലെ ഒരു ചെറിയ ജോയിന്റിലെ ചെറിയൊരു ലിഗമെന്റ് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് ഇത് നിങ്ങളുടെ ലൈഫിനെ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്ത് നിർത്തുകയൊന്നുമില്ല. എപ്പോഴാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് ചില ആളുകൾക്ക് ഭയമാണ്, സർജറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിക്കവറിലേക്ക് വരാൻ പറ്റുമോ? ഇനി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യമാണ്, അനസ്തേഷ്യ തരുന്ന സമയത്ത് നടുവിനാണ് അനസ്തേഷ്യ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? കമോൺ, ഇത് മോഡേൺ മെഡിസിന്റെ കാലഘട്ടമാണ്. ചെയ്യേണ്ട രീതികളിലുള്ള എല്ലാ ടെക്നിക്സും അതേ രീതിയിൽ തന്നെ ചെയ്താലേ ഒരു സർജൻ ആയാലും ശരി, ഒരു കൺസൾട്ടന്റിനായാലും ശരി, ഇനി ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനായാലും ശരി, നിങ്ങളെ ശരിയായ രീതിയിൽ സഹായിക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നിങ്ങളുടെ പേടികളും നിങ്ങളുടെ ആവശ്യമില്ലാത്ത ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ 1, 2, 3 മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് എടുത്തോളൂ, ഒരു പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ഒരു ഗൈഡ് ലൈൻസ് കിട്ടിയതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. അല്ലാണ്ട് പേടി കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വെക്കേണ്ട. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിക്കവറി ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ സംഭവിച്ച ഇഞ്ചുറി മനസ്സിലാക്കണം, അതിന് എന്തൊക്കെ വഴികളുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ വഴികൾ മനസ്സിലാക്കിയതിന് ശേഷം ഏതാണ് ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലാണ്ട് ഇതെനിക്ക് സർജറി ചെയ്യാൻ പേടിയാണ്, എനിക്ക് സർജറി ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് നീട്ടിക്കൊണ്ട് പോകരുത്. നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ഈ സർജറി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എടുക്കേണ്ട തീരുമാനങ്ങൾ കറക്റ്റായ സമയത്ത് തന്നെ എടുക്കുക. എടുത്തിട്ട് ധൈര്യമായിട്ട് തന്നെ റിക്കവറി ജേണിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും ആ ഒരു ജേണിയിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ ടീമിന് സാധിക്കും.